നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് കർശന വ്യവസ്ഥകളോടെ ജാമ്യം. വിചാരണ കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. എറണാകുളം ജില്ല വിട്ടു പോകരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കരുത്, 1 ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു. കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. അമേരിക്ക ആസ്ഥാനമായ റിപ്പിൾ ലാബ് എന്ന കമ്പനിയുടെ വീഡിയോകളാണ് സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന കേസിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയുമാണ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഞായറാഴ്ച വൈകിട്ട് 5-ന് കസ്റ്റഡി കാലാവധി അവസാനിക്കും. ലെബനനിലെ സ്ഫോടന പരമ്പരയിൽ അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്കുമെന്ന് റിപ്പോർട്ട്. നോർവേ പൗരത്വമുള്ള വയനാട് സ്വദേശി റിൻസൺ ജോണിന്റെ കമ്പനിയായ നോർട്ട ഗ്ലോബലിനെതിരെയാണ് അന്വേഷണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.